തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയക്കിടെ കുഞ്ഞ് മരിച്ചതിൽ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട മന്ത്രി ജി.ആർ. അനിൽ. ഡോക്ടർക്കെതിരെ നടപടിയെടുത്ത് അന്വേഷണം നടത്തണമെന്നാണ് മന്ത്രിയുടെ ആവശ്യം. ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ച് ആശുപത്രിയിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. സന്തുന സജുവുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സന്തുന, എന്താണ് സംഭവം? എപ്പോഴാണ് ഈ പ്രശ്നമുണ്ടായത്? എന്താണ് നാട്ടുകാർ പറയുന്നത്, പ്രതിഷേധിക്കുന്നവർ പറയുന്നത്? ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. അരുൺ, തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇപ്പോഴും ഇവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത് അരുൺ, ഒരു ചികിത്സാ പിഴവ് ആശുപത്രിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം പാലോട് സ്വദേശിനിയായ നിരഞ്ജനയുടെ കുഞ്ഞ് അവരുടെ സിസേറിയന് പിന്നാലെ മരിച്ചു എന്നുള്ള വിവരം കുടുംബത്തെ അറിയിച്ചത്. ഇതിൽ കുടുംബവും അതുപോലെ തന്നെ മറ്റാളുകളും ഒക്കെ തന്നെ പറയുന്നത് ഇതിൽ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ്. കാരണം നിരഞ്ജനയ്ക്ക് ശരിക്കും പ്രസവത്തിനായുള്ള ഡേറ്റ് നൽകിയിരുന്നത് അടുത്ത മാസമാണ്. ഇന്നലെ ചെക്കപ്പിനായി ആശുപത്രിയിൽ സാധാരണ വരുന്നത് പോലെ വന്നിരുന്നു. അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് നിരഞ്ജനയെ അഡ്മിറ്റ് ചെയ്യണമെന്ന് ആശുപത്രി അധികൃതർ പറയുന്നത്. അങ്ങനെ അഡ്മിറ്റ് ചെയ്തു. ഇന്ന് രാവിലെ 4 മണിയോടുകൂടി തന്നെ മരുന്ന് നൽകി ലേബർ റൂമിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്തിരുന്നു. സാധാരണ നിലയിൽ പ്രസവം നടന്നില്ല എന്നുണ്ടെങ്കിൽ 12 മണിയോടുകൂടി തന്നെ ശസ്ത്രക്രിയ നടത്തി കുഞ്ഞിനെ പുറത്തെടുക്കാമെന്നുള്ളൊരു തീരുമാനമാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ 12 മണിയായിട്ടും ഈ പെൺകുട്ടിക്ക് നോർമൽ ഡെലിവറി നടന്നില്ല. പക്ഷേ ഇവരെ സിസേറിയന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റാനോ ഇവരുടെ ഓപ്പറേഷൻ ചെയ്ത കുഞ്ഞിനെ പുറത്തെടുക്കാനോ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ള കാര്യമാണ് കുടുംബം പ്രധാനമായി ആരോപിക്കുന്നത്. ഇവരെ പരിശോധിച്ചത് ബിന്ദു സുന്ദർ എന്ന ഗൈനക്കോളജിസ്റ്റ് ആണ്. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ആണ് ഈ ബിന്ദു സുന്ദർ. ഇവരാണ് പരിശോധിച്ചത്. അപ്പോൾ ഇവർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് എല്ലാവരും തന്നെ പറയുന്നത്. പ്രത്യേകിച്ച് കുടുംബത്തിന്റെ അടക്കം ആരോപണം അത് തന്നെയാണ്. ഈ ബിന്ദു സുന്ദർ എന്ന ഡോക്ടറിനെതിരെ വരുന്ന ആദ്യത്തെ പരാതി അല്ല എന്നുള്ളതാണ് അരുൺ ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കുറച്ചു നാൾ മുൻപ് ഇവരുമായി ബന്ധപ്പെട്ടിരുന്ന ഒരു വാർത്ത നമ്മൾ നൽകിയിരുന്നതാണ്. അതിൽ ഒരു യുവതി അവരുടെ പ്രസവം കഴിഞ്ഞ ശേഷം അവരുടെ മലദ്വാരത്തിലെ ഞരമ്പ് മുറിച്ചു കളയും, അവരുടെ മൂത്രം പുറത്തേക്ക് വരുന്ന ഇടത്തുകൂടെ അവരുടെ മലമൂത്ര വിസർജ്യം ഒന്നിച്ചു വരുന്നു എന്നുള്ള വളരെ ദയനീയമായ ഒരു വാർത്ത നമ്മൾ അടക്കം നൽകുകയും ചെയ്തതാണ്. വളരെ നമ്മൾ കേരള മനസാക്ഷി ഞെട്ടിക്കൊണ്ടാണ് അങ്ങനെ ഒരു വാർത്ത കേട്ടത്. എങ്ങനെ ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പിഴവുണ്ടായി എന്നുള്ള ഒരു കാര്യം നമ്മൾ കേട്ടതാണ്. അതിൽ ഒരു തരത്തിലുള്ള നടപടിയും ആരോഗ്യവകുപ്പ് എടുത്തില്ല. അതിനു പിന്നാലെയാണ് അതേ ഡോക്ടർ ബിന്ദു സുന്ദറിന്റെ ഭാഗത്തു നിന്ന് മറ്റൊരു പിഴവ് കൂടി ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. അതിലാണ് വലിയ പ്രതിഷേധം നമുക്ക് കാണാം. ഒരിടത്ത് BJP പ്രതിഷേധിക്കുന്നു, ഒരിടത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുന്നു, SDPI പ്രതിഷേധിക്കുന്നു. അവരുടെ കുടുംബം അടക്കമുള്ള ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതിനോടകം തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഉടൻ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി അവർക്കെതിരെ കൃത്യമായ നടപടി എടുക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സൂപ്രണ്ട് നേരത്തെ ആശുപത്രി സൂപ്രണ്ട് സംസാരിച്ചിരുന്നു. സൂപ്രണ്ട് പറഞ്ഞത് ഇന്ന് തന്നെ ആരോഗ്യവകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് കൈമാറും. ഉടൻ തന്നെ ഇവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യമാണ്. നമുക്ക് പിന്നിൽ കാണുന്നതാണ് ആശുപത്രിയുടെ ഓഫീസ്. അവിടേക്ക് ഇപ്പോൾ DMO എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർ റീന അടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഈ ആരോപണ വിധേയയായ ഡോക്ടർ ബിന്ദു സുന്ദർ അവരും ഈ ആശുപത്രിയിൽ തന്നെയുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ പ്രതിഷേധം തുടങ്ങിയ സമയത്ത് പുറത്തേക്ക് പോകാനൊക്കെ തന്നെ ശ്രമിച്ചിരുന്നു. പിന്നീട് നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടെ പ്രതിഷേധിക്കാനായി എത്തിയ ആളുകളുമൊക്കെ ചേർന്നാണ് അവരെ തടഞ്ഞ് തിരികെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. നിലവിൽ എന്തായാലും അവരിവിടെ തന്നെ തുടരുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ പ്രതിഷേധക്കാരോട് കൂടി ഒന്ന് ചോദിക്കാമെന്ന് തോന്നുന്നു. നടപടി വേണമെന്ന് തന്നെയാണല്ലേ ആവശ്യം? നടപടി വേണമെന്നാണല്ലേ ആവശ്യം? നടപടി അല്ല, ഈ നെടുമങ്ങാട് നടക്കുന്നത് ഏറ്റവും ഇത്ര മണിക്കൂറായി. നിങ്ങൾക്കറിയാം, 4 മണി മുതൽ 9 മണി വരെയാണ് ഞങ്ങൾ സമയം. 10 മണിയായി. 5 മണിക്കൂർ സമരം മുന്നിട്ടു. ഈ സമരത്തെ സർക്കാരും ഇവിടുത്തെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ തിരിഞ്ഞു നോക്കുന്നില്ല. ഡോക്ടറുടെ അനാസ്ഥയാണെന്ന് തന്നെയാണ്. ഡോക്ടർ അനാസ്ഥയാണ്. ഒന്നും വേണ്ട, ഇവിടെ മന്ത്രിയുണ്ട്. ഈ മന്ത്രിയുണ്ട്. 2 ഡോക്ടർ അനാസ്ഥയാണിത്. ഒരു ആശാ മോഹൻ എന്ന ബിന്ദു സുന്ദർ എന്ന 2 പേരാണ് ഇവിടെ ഉള്ളത്. ബിന്ദു സുന്ദർ എന്ന ഡോക്ടറിന്റെ പേരിൽ ആദ്യമായിട്ട് വരുന്ന ഒരു 5 കേസുണ്ട്. ഒരു പാവപ്പെട്ട രോഗി, അങ്ങനെയറിയില്ല, ഗർഭത്തിൽ ഒരു വിഷയമുണ്ടായി, ഇത് വിഷയമുണ്ടായ കേസുണ്ട്. അവർക്ക് മൂത്രമോ മലവോ പോകാത്തൊരു വിഷയമുണ്ടായി. ഇവിടെ നെടുമങ്ങാട് വിഷയം ഉണ്ടാക്കി. ഞങ്ങൾ കഴിഞ്ഞ സമരം ഉണ്ടായി നെടുമങ്ങാട്. ഈ ബിന്ദു സുന്ദറിനെ പുറത്താക്കുന്നില്ല. അവർ ക്രിമിനലാണ്. ഈ ഡോക്ടർമാരെല്ലാം പ്രൈവറ്റ് ആയിട്ട് ഇവിടെ പൈസ വാങ്ങുന്നു. ആരും പുറത്താക്കുന്നില്ല. ഞങ്ങൾക്ക് വിഷമം വരുന്നില്ല. ഇവിടുത്തെ ഒരു മന്ത്രിയുണ്ട്, ഇവിടെ മുനിസിപ്പൽ ചെയർമാനുണ്ട്, ഇവിടുത്തെ അധികാരികളുണ്ട്. ഈ സമയം വരെ എന്തെന്ന് ചോദിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ റോഗ് ഇതാണ്. ഈ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് പോലും ഒരു അധികാരികൾ പോലും ഇതുവരെ ഇത്രയും മണിക്കൂർ ഇത്രയും ജനങ്ങൾ സമരം കടന്നപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ ഒരു ആദിവാസി ഇതാണ്. ഈ തിരിഞ്ഞു നോക്കാൻ പറ്റാത്ത ഒരു മന്ത്രിയും ഒരു MLAയും
ഇവിടുത്തെ നഗരസഭ ചെയർമാനും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ 6 മണിക്കൂർ സമരം നടന്നിട്ട് ഈ ഡിവൈഎഫ്ഐക്കാരോ CPM-കാരോ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അരുൺ, ഇവര് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് 4 മണിക്കൂറിലധികമായിട്ട് ഇവരെല്ലാവരും വിവിധ പാർട്ടിയിലുള്ള ആളുകൾ ഇവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ ഡോക്ടർക്കെതിരെ ആദ്യമായിട്ടല്ല പ്രതിഷേധം ഉണ്ടാകുന്നത്, പല തവണ പ്രതിഷേധമുണ്ടായി. പക്ഷേ പ്രതിഷേധമൊക്കെ തന്നെയും ഉണ്ടാകുന്നതല്ലാതെ യാതൊരു തരത്തിലുള്ള നടപടിയും ഈ ഡോക്ടർക്കെതിരെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരൊക്കെ തന്നെയും പറയുന്നത്. അവരുടെ കുടുംബം ആ കുഞ്ഞിന്റെ ബോഡി ഏറ്റുവാങ്ങുന്നതിനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ ആയിട്ട് പുറകിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് അവരോട് നിലവിൽ പ്രതികരണം തേടാൻ കഴിയാത്ത നമ്മൾ അവരോടും സംസാരിച്ചിരുന്നതാണ്. അവരും പറയുന്നത് ഈ 12 മണിക്കെങ്കിലും സിസേറിയൻ നടത്തുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ കുഞ്ഞ് ജീവനോടെ ഇരുന്നേനെ എന്നാണ് പറയുന്നത്. കാരണം നിരഞ്ജന ഇവർക്ക് ബോധം തെളിഞ്ഞ സമയത്ത് ഇവരുടെ കുടുംബത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാണ്ട് 1:30 വരെ കുഞ്ഞ് വയറ്റിനകത്ത് അനങ്ങുന്നതായി അവർക്ക് അറിയാമായിരുന്നു എന്നപ്പോൾ കൃത്യമായി ഏതാണ്ട് ഒരു മണിക്കെങ്കിലും ഈ ശസ്ത്രക്രിയ നടത്തി ആ കുഞ്ഞിനെ പുറത്തെടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞ് ജീവിക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇനി എന്തായാലും കുഞ്ഞിന്റെ ശാസ്ത്രീയ പരിശോധന, പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ കൃത്യമായി കുഞ്ഞിന്റെ മരണകാരണം എന്താണ് എന്ന് അറിയാൻ കഴിയുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ആശുപത്രി അധികൃതർ കുടുംബത്തോട് പറഞ്ഞിരിക്കുന്നത് ശ്വാസതടസ്സം അടക്കമുള്ള കാര്യങ്ങൾ കുഞ്ഞിന് അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെയാണ് കുഞ്ഞ് മരണത്തിലേക്ക് പോയത് എന്നുള്ള കാര്യമാണ്. നമുക്ക് നടപടി ഉണ്ടാകുമോ എന്ന് കാത്തിരിക്കാം. എന്തായാലും BJP പ്രവർത്തകരും കോൺഗ്രസും അവിടെ പ്രതിഷേധിക്കുന്നുണ്ട്. ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം എന്നുള്ളതാണ് JR അനിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ വിഷയം ഇപ്പോൾ ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നു. അന്വേഷണത്തിന് ശേഷം തക്കതായ നടപടി ഉണ്ടാകുമെന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്.